എൻ്റെ പേര് ലിസി ജോർജ്. ഞാൻ ഒരു റിട്ടയേർഡ് ഡെപ്യൂട്ടി കളക്ടറാണ്. കണ്ണൂർ ജില്ലയിൽ നിന്ന് 2013 ഓഗസ്റ്റിൽ ഞാൻ ഡെപ്യൂട്ടി കളക്ടറായി റിട്ടയർ ചെയ്തതാണ്. 30 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷമാണ് ഞാൻ റിട്ടയർ ചെയ്തത്. ഒരു സാധാരണ LD ക്ലർക്കായിട്ട് സർവീസിൽ കയറി. അതുതന്നെ ദൈവാനുഗ്രഹം കൊണ്ട് ഒരു സാധാരണ കുടുംബത്തിലെ അംഗമായിരുന്ന ഞാൻ എനിക്ക് ദൈവ അനുഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് സർക്കാർ സർവീസിൽ ജോലി കിട്ടി. എൻ്റെ കുടുംബാംഗങ്ങൾ, എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥന കൊണ്ടും അതിനുശേഷം എൻ്റെ ഭർത്താവിൻ്റെ, എൻ്റെ കുഞ്ഞുങ്ങളുടെയും പ്രാർത്ഥന കൊണ്ടും ഒക്കെ ആയിരിക്കാം എനിക്ക് എൻ്റെ സർവീസ് കാലയളവിൽ എനിക്ക് റവന്യൂ വകുപ്പിൽ ജോലി ചെയ്ത് 30 വർഷം ജോലി ചെയ്തിട്ടും എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുണ്ടാകാതെ ഞാൻ ഒരു വിഷമങ്ങളും ഇല്ലാതെ ഞാൻ ഔദ്യോഗിക ജീവിതം അവസാനിച്ചതാണ്. എൻ്റെ ഔദ്യോഗിക ജീവിതം അവസാനിച്ചതിന് ശേഷം ഏകദേശം ആ സമയത്താണ് ഞങ്ങൾക്ക് ഈ പുതിയ ഇടവക ഇവിടെ രൂപം കൊണ്ടതും എനിക്ക് ഈ ഇടവക കൂട്ടായ്മയിൽ സജീവമായിട്ട് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുള്ളതും. ഔദ്യോഗിക ജീവിതത്തിൻ്റെ തിരക്കുകളുണ്ടെങ്കിലും ആ സമയത്തൊന്നും എല്ലാ ദിവസവും പള്ളിയിൽ പോയി, അന്ന് നമുക്ക് ഇത്രയും അടുത്ത ഇടവക വരാത്തത് കൊണ്ട്, ദൂരമായതുകൊണ്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ സാധിച്ചിരുന്നില്ലെങ്കിലും എപ്പോഴും ഞാൻ യാത്ര ചെയ്യുമ്പോഴും ബസ്സിലിരിക്കുമ്പോഴും ഒക്കെ ഞാനിങ്ങനെ പ്രാർത്ഥന, കൊന്ത ചെല്ലുന്ന സ്വഭാവം എനിക്കുണ്ട്. അതുപോലെ പിന്നെ കൊന്ത ചെല്ലാത്ത സമയത്ത് അത് ആർക്കെങ്കിലും ഉള്ളതാണെന്ന് അറിയത്തില്ലേ, എനിക്കിങ്ങനെ എത്രയും ദയുള്ള മാതാവേ എന്നുള്ള പാട്ട് എൻ്റെ സ്ഥിരം എപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ ഞാൻ പാടിക്കൊണ്ടായിരുന്നു എൻ്റെ യാത്രകൾ മുഴുവൻ. അങ്ങനെ ആ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും എല്ലാം ആണെന്ന് തോന്നുന്നു. എനിക്ക് ഇങ്ങനെ യാതൊരു ബുദ്ധിമുട്ടുകളും ഒരു സ്ഥലത്തും ഒരു വെല്ലുവിളികളും പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളും എല്ലാവരും 3 പെൺകുട്ടികളാണ് എനിക്കുള്ളത്. 3 നല്ല കുഞ്ഞുങ്ങളെ തന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ലപോലെ പഠിക്കുന്ന മക്കളും നല്ല അന്തരീക്ഷവുമാണ് എൻ്റെ വീട്ടിലുള്ളത്. ഞങ്ങൾ കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും പിള്ളേർ വീട്ടിലുള്ള സമയത്ത് എല്ലാവരും കൂടി ഇരുന്ന് ഞങ്ങൾ ഇപ്പം ഞാനും എൻ്റെ ചെറുതും മാത്രമേ ഉള്ളൂ. ഞങ്ങളും ഒരു ദിവസം പോലും കൊന്ത മുടക്കാതെ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഇടയിലും ഞാൻ എനിക്കെൻ്റെ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട വന്ന കാലയളവ് ആകെപ്പാടെ ഒരു 4 മാസം മറ്റു ജില്ലയിൽ പോകേണ്ടി വന്ന സമയത്ത് മാത്രമേ ഉണ്ടായുള്ളൂ. ബാക്കി എല്ലാ ദിവസവും എനിക്കെൻ്റെ വീട്ടിൽ നിന്നും ജോലിക്ക് പോയി വരാൻ സാധിച്ച ആ ഒരു വലിയ ദൈവാനുഗ്രഹം ആർക്കും കിട്ടാത്തത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം തൊട്ടടുത്ത് പള്ളി ഇടവകയായി എനിക്ക് എല്ലാ ദിവസവും കുർബാന കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ വരാറുള്ള ഒരാളാണ്. പിന്നെ ഇവിടുത്തെ ഭക്തസംഘടനകളിലും മാതൃവേദിയിലൊക്കെ ഞാൻ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ അച്ഛൻ എന്ത് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ എന്നെ ഏൽപ്പിക്കുന്ന എല്ലാ ജോലികളും ഞാൻ വളരെ കൃത്യമായിട്ട് ചെയ്യാൻ ഉത്തരവാദിത്തോടുകൂടി ചെയ്യുന്നുണ്ട്. അതിന് എല്ലാവരുടെയും പ്രാർത്ഥനയും അച്ഛൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനയും എല്ലാം കൊണ്ടാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. മഞ്ഞളാമ്പ്രം സെൻറ്റ് ആൻ്റണീസ് ചർച്ച് സ്ഥാപിതമായി 2013 കേരളത്തിലെ മറ്റ് രൂപതകളിൽ പ്രവർത്തിക്കുന്ന വളരെ സജീവമായി തലശ്ശേരി രൂപതയിൽ വിവിധ കാർഷിക മേഖലകളിൽ അല്ലെങ്കിൽ കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന സംഘടനയായ AKCC 2013 സെപ്റ്റംബറിൽ മഞ്ഞളാമ്പ്രത്തും സ്ഥാപിതമാകുകയുണ്ടായി. കർഷകരുടെ വിവിധ മേഖലകളിൽ, കാർഷിക മേഖലയിൽ ഒട്ടനവധി പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ. തീർച്ചയായിട്ടും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സത്വരമായ നല്ല ലക്ഷ്യങ്ങളിലേക്ക് ഇടവക സമൂഹത്തിനെ അല്ലെങ്കിൽ ഇടവകയിലെ കാർഷിക മേഖലയിലുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിവിധ വിഷയങ്ങളിൽ ഇടപെട്ട് രൂപതയിലെ AKCCയുടെ നിർദ്ദേശാനുസരണം നമ്മൾ ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ കാർഷിക മേഖലയിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് കഴിയുന്ന വിധത്തിലുള്ള പ്രശ്നപരിഹാരങ്ങളുമായി ഇവിടുത്തെ AKCC നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ്. മറ്റ് സംഘടനകൾ എന്ന പോലെ തന്നെ ഇവിടെ മാതൃസംഘം, വിൻസെൻ്റ് ഡീപ്പോൾ, ചെറുപുഷ്പ മിഷൻ ലീഗ്, അതുപോലെ തിരുബാല സഖ്യം, അൾത്താര ബാലന്മാരുടെ സഖ്യം, അങ്ങനെയുള്ള ഒട്ടനവധി സംഘടനകൾ, ക്രിസ്ത്യൻ സംഘടനകൾ പ്രവർത്തിക്കുന്ന
അതേ ആർജവത്തോടുകൂടി AKCCയും ഇവിടെ അതിൻ്റെ കടമകൾ നിറവേറ്റി മുൻപോട്ട് നീങ്ങുകയാണ്. ഈശോ ജയ ജയ ഈശോ ജയ ജയ പാവന സുവിശേഷം ജയ ജയ ഈശോ ജയ ജയ ഈശോ ജയ ജയ പാവന സുവിശേഷം ജയ ജയ. പണ്ടൊരു താതൻ രണ്ടു കിടാങ്ങളെ കൺമണി പോലെ പോറ്റി വളർത്തി. പണ്ടൊരു താതൻ രണ്ടു കിടാങ്ങളെ കൺമണി പോലെ പോറ്റി വളർത്തി. മൂത്ത ചെറുക്കൻ വയലേലകളിൽ വേലകൾ ചെയ്തു മടികൂടാതെ. മൂത്ത ചെറുക്കൻ വയലേലകളിൽ വേലകൾ ചെയ്തു മടികൂടാതെ. ഇളയവനല്ലോ കണ്ണിൽ കണ്ടവ വിറ്റു തുലച്ചു വീടുമുടിച്ചു. ഇളയവനല്ലോ കണ്ണിൽ കണ്ടവ വിറ്റു തുലച്ചു വീടുമുടിച്ചു. താതൻ ചൊല്ലി പൊന്മകനെ നീ ജ്യേഷ്ഠൻ ചെയ്തവ കണ്ടുപഠിക്കൂ. താതൻ ചൊല്ലി പൊന്മകനെ നീ ജ്യേഷ്ഠൻ ചെയ്തവ കണ്ടുപഠിക്കൂ. വില്ലാളികളാം കൂട്ടാളികളുടെ കൂടെ കൂടി പോകാതല്ലോ. വില്ലാളികളാം കൂട്ടാളികളുടെ കൂടെ കൂടി പോകാതല്ലോ. താതൻ ചൊല്ലിയ വാക്കുകളൊന്നും മുടിയൻ ചെവിയിൽ കേട്ടതുമില്ല. താതൻ ചൊല്ലിയ വാക്കുകളൊന്നും മുടിയൻ ചെവിയിൽ കേട്ടതുമില്ല. പുത്രൻ ചൊല്ലി സ്വത്തുണ്ടായാൽ തന്നെ സ്വന്തം ആകണമെന്ന്. പുത്രൻ ചൊല്ലി സ്വത്തുണ്ടായാൽ തന്നെ സ്വന്തം ആകണമെന്ന്. താതൻ ചൊല്ലി പൊന്മകനെ നീ സ്വത്തുണ്ടായാൽ വിറ്റുമുടിക്കും. താതൻ ചൊല്ലി പൊന്മകനെ നീ സ്വത്തുണ്ടായാൽ വിറ്റുമുടിക്കും. ഇളയവനൊന്നും കേട്ടിടാതെ ലഹളകൾ കൂടി അടിപിടിയായി. ഇളയവനൊന്നും കേട്ടിടാതെ ലഹളകൾ കൂടി അടിപിടിയായി. ഈശോ ജയ ജയ ഈശോ ജയ ജയ പാവന സുവിശേഷം ജയ ജയ ഈശോ ജയ ജയ ഈശോ ജയ ജയ പാവന സുവിശേഷം ജയ ജയ. അന്നൊരു നാളിൽ താതൻ ചൊല്ലി സ്വത്തിൽ പാതി പകുത്തു തരാം ഞാൻ. അന്നൊരു നാളിൽ താതൻ ചൊല്ലി സ്വത്തിൽ പാതി പകുത്തു തരാം ഞാൻ. അന്നൊരു നാളിൽ താതൻ ചൊല്ലി സ്വത്തിൽ പാതി പകുത്തു തരാം ഞാൻ. അന്നൊരു നാളിൽ താതൻ ചൊല്ലി സ്വത്തിൽ പാതി പകുത്തു തരാം ഞാൻ. എങ്കിലും അല്പം ചിന്തിച്ചിടുക മകനെ നിന്നുടെ നിലയോർത്തിയിടുക. എങ്കിലും അല്പം ചിന്തിച്ചിടുക മകനെ നിന്നുടെ നിലയോർത്തിയിടുക. താതൻ ചൊല്ലിയ വാക്കുകളെല്ലാം മുടിയൻ പുത്രൻ തട്ടിയെറിഞ്ഞു. താതൻ ചൊല്ലിയ വാക്കുകളെല്ലാം മുടിയൻ പുത്രൻ തട്ടിയെറിഞ്ഞു. ഇളയവനല്ലോ കയ്യിൽ കിട്ടിയ സ്വത്തുകളെല്ലാം വിറ്റുകളഞ്ഞു. ഇളയവനല്ലോ കയ്യിൽ കിട്ടിയ സ്വത്തുകളെല്ലാം വിറ്റുകളഞ്ഞു. പെറ്റുവളർത്തിയ നാടും വീടും വിട്ടവനെത്തി പട്ടണമൊന്നിൽ. പെറ്റുവളർത്തിയ നാടും വീടും വിട്ടവനെത്തി പട്ടണമൊന്നിൽ. കാശുകളഞ്ഞു കളിച്ചു നടന്നു മണ്ടശിരോമണിയൊക്കെ മുടിച്ചു. കാശുകളഞ്ഞു കളിച്ചു നടന്നു മണ്ടശിരോമണിയൊക്കെ മുടിച്ചു. വില്ലാളികളാം കൂട്ടരുമൊത്ത് ആഘോഷങ്ങളിലാടിപ്പാടി. വില്ലാളികളാം കൂട്ടരുമൊത്ത് ആഘോഷങ്ങളിലാടിപ്പാടി. വീഞ്ഞു കുടിച്ചു മതിച്ചവനയ്യാ മതിരാശികളുടെ കൂടെ കൂടി. വീഞ്ഞു കുടിച്ചു മതിച്ചവനയ്യാ മതിരാശികളുടെ കൂടെ കൂടി. ഈശോ ജയ ജയ ഈശോ ജയ ജയ പാവന സുവിശേഷം ജയ ജയ ഈശോ ജയ ജയ ഈശോ ജയ ജയ പാവന സുവിശേഷം ജയ ജയ. മതിരാക്ഷികൾ അവർ പൊന്നും പണവും കിട്ടിയതെല്ലാം കൈകളിലാക്കി. മതിരാക്ഷികൾ അവർ പൊന്നും പണവും കിട്ടിയതെല്ലാം കൈകളിലാക്കി. തെമ്മാടികളത് കണ്ടു രസിച്ചു ആഘോഷങ്ങൾ ധവളിതമായി. തെമ്മാടികളത് കണ്ടു രസിച്ചു
ആഘോഷങ്ങൾ തവളിതമായി. പൊന്നും പണവും തീർന്നു തുടങ്ങി ആഘോഷങ്ങളതങ്ങനെ മങ്ങി. പൊന്നും പണവും തീർന്നു തുടങ്ങി ആഘോഷങ്ങളതങ്ങനെ മങ്ങി. നാളുകളങ്ങനെ മിന്നിമറഞ്ഞു കൂടെ നടന്നവർ മാറി നടന്നു. നാളുകളങ്ങനെ മിന്നിമറഞ്ഞു കൂടെ നടന്നവർ മാറി നടന്നു. ഒരു ദിനമങ്ങനെ കീശയൊഴിഞ്ഞു കാശുകളെല്ലാം പല വഴി പോയി. ഒരു ദിനമങ്ങനെ കീശയൊഴിഞ്ഞു കാശുകളെല്ലാം പല വഴി പോയി. അരവയറുണ്ണാൻ കാശിനു വേണ്ടി പട്ടണമെല്ലാം മണ്ടി നടന്നു. അരവയറുണ്ണാൻ കാശിനു വേണ്ടി പട്ടണമെല്ലാം മണ്ടി നടന്നു. പട്ടികളെപ്പോലെച്ചിൽ തിന്നാൻ കുപ്പകളങ്ങനെ തെണ്ടി നടന്നു. പട്ടികളെപ്പോലെച്ചിൽ തിന്നാൻ കുപ്പകളങ്ങനെ തെണ്ടി നടന്നു. കവിളുകളൊട്ടി കണ്ണുകുഴിഞ്ഞു കട്ടത്തലമുടി കാറ്റിൽ പറന്നു. കവിളുകളൊട്ടി കണ്ണുകുഴിഞ്ഞു കട്ടത്തലമുടി കാറ്റിൽ പറന്നു. ഈശോ ജയ ജയ ഈശോ ജയ ജയ പാവന സുവിശേഷം. ജയ ജയ ഈശോ ജയ ജയ ഈശോ ജയ ജയ പാവന സുവിശേഷം. ജയ ജയ. പട്ടിന്മെത്തയിൽ ശയിച്ചവനല്ലോ പട്ടികളൊപ്പമുറങ്ങിയിടുന്നു. പട്ടിന്മെത്തയിൽ ശയിച്ചവനല്ലോ പട്ടികളൊപ്പമുറങ്ങിയിടുന്നു. വേലകളൊന്നും ചെയ്യാത്തവനവൻ വാടിപ്പോയി വയറുകരിഞ്ഞു. വേലകളൊന്നും ചെയ്യാത്തവനവൻ വാടിപ്പോയി വയറുകരിഞ്ഞു. പണികളിതൊന്നും അറിയാത്തവനവൻ പണികൾ തേടി നടന്നിടുന്നു. പണികളിതൊന്നും അറിയാത്തവനവൻ പണികൾ തേടി നടന്നിടുന്നു. അന്നൊരു നാളിൽ നാട്ടിൻ പ്രമുഖൻ പന്നിയെ പോറ്റാൻ പണിയതു നൽകി. അന്നൊരു നാളിൽ നാട്ടിൽ പ്രമുഖൻ പന്നിയെ പോറ്റാൻ പണിയതു നൽകി. നാട്ടിലെ വെറുതെ പന്നികൾ തിന്നും തവിടതു തിന്നാൻ തോന്നിച്ചവനെ. നാട്ടിലെ വെറുതെ പന്നികൾ തിന്നും തവിടതു തിന്നാൻ തോന്നിച്ചവനെ. വാരിക്കോരി തിന്നവനയ്യോ പന്നികൾ തിന്നും തവിടുമതല്ലോ. വാരിക്കോരി തിന്നവനയ്യോ പന്നികൾ തിന്നും തവിടുമതല്ലോ. ഒട്ടിയ വയറും കീറത്തുണിയും താതനയോർക്കാൻ കാരണമായി. ഒട്ടിയ വയറും കീറത്തുണിയും താതനയോർക്കാൻ കാരണമായി. താതൻ ചൊല്ലിയ വാക്കുകളങ്ങനെ അവനുടെ കാതിനുള്ളിൽ മുഴങ്ങി. താതൻ ചൊല്ലിയ വാക്കുകളങ്ങനെ അവനുടെ കാതിനുള്ളിൽ മുഴങ്ങി. ഈശോ ജയ ജയ ഈശോ ജയ ജയ പാവന സുവിശേഷം. ജയ ജയ ഈശോ ജയ ജയ ഈശോ ജയ ജയ പാവന സുവിശേഷം. ജയ ജയ. അപരാധത്തിനുച്ചിയിലവനുടെ നെഞ്ചിടമെല്ലാം നീറിയിടുന്നു. അപരാധത്തിനുച്ചിയിലവനുടെ നെഞ്ചിടമെല്ലാം നീറിയിടുന്നു. നല്ലവനാകും താതനെ കാണാൻ നെഞ്ചില്ലവനൊരു മോഹം തോന്നി. നല്ലവനാകും താതനെ കാണാൻ നെഞ്ചില്ലവനൊരു മോഹം തോന്നി. താതൻ തന്നുടെ മകനാം ഞാനിവൻ എന്തിനു കഷ്ടമതേറ്റിയിടേണം. താതൻ തന്നുടെ മകനാം ഞാനിവൻ എന്തിനു കഷ്ടമതേറ്റിയിടേണം. താതൻ തന്നുടെ ചാരേ ചെന്ന് കഷ്ടമതെല്ലാം ഏറ്റുപറഞ്ഞിടും. താതൻ തന്നുടെ ചാരേ ചെന്ന് കഷ്ടമതെല്ലാം ഏറ്റുപറഞ്ഞിടും. പോറ്റി വളർത്തിയ നാടും വീടും താതനെ തേടി തിരികെ പോയവൻ. പോറ്റി വളർത്തിയ നാടും വീടും താതനെ തേടി തിരികെ പോയവൻ. ദൂരത്തുന്നേ താതൻ കണ്ടു ഓടിച്ചെന്ന് ചുംബനമേകി. ദൂരത്തുന്നേ താതൻ കണ്ടു ഓടിച്ചെന്ന് ചുംബനമേകി. ദേഹം ദേഹി തളർന്നവനെ ആ താതൻ ചാരേ ചേർത്തു പിടിച്ചു. 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 ഈശോ ജയ ജയ ഈശോ ജയ ജയ പാവന സുവിശേഷം. ജയ ജയ ഈശോ ജയ ജയ ഈശോ ജയ ജയ പാവന
സുവിശേഷം. ജയ ജയ. താതൻ തന്നുടെ തരളിത മാനസം ഉടനെ ചൊല്ലി അവനെയൊരുക്കാൻ. താതൻ തന്നുടെ തരളിത മാനസം ഉടനെ ചൊല്ലി അവനെയൊരുക്കാൻ. വേലക്കാരവരോടി നടന്നു മേളമതങ്ങനെ മുറുകിയൊരുങ്ങി. വേലക്കാരവരോടി നടന്നു മേളമതങ്ങനെ മുറുകിയൊരുങ്ങി. നാട്യം നടനം സദ്യകളെല്ലാം ഗംഗേമം അത് ഉത്സവമായി. നാട്യം നടനം സദ്യകളെല്ലാം ഗംഗേമം അത് ഉത്സവമായി. മൂത്ത മകൻ വയലേലകളിൽ പോയി വരവേ കേട്ടു പാട്ടിന്മേളം. മൂത്ത മകൻ വയലേലകളിൽ പോയി വരവേ കേട്ടു പാട്ടിന്മേളം. കാരണമെന്തെന്നാരാഞ്ഞുടനവൻ ക്രോധത്താലേ തുള്ളി വിറച്ചു. കാരണമെന്തെന്നാരാഞ്ഞുടനവൻ കോപത്താലേ തുള്ളി വിറച്ചു. ഉടനെ താതൻ ചൊല്ലി മകനെ കാണുവതെല്ലാം നിന്നുടെ സ്വന്തം. ഉടനെ താതൻ ചൊല്ലി മകനെ കാണുവതെല്ലാം നിന്നുടെ സ്വന്തം. മൃതനായി കരുതിയൊരൻ പ്രിയ മകനെ തിരികെ ലഭിച്ചത് എന്നുടെ സ്വത്ത്. മൃതനായി കരുതിയൊരൻ പ്രിയ മകനെ തിരികെ ലഭിച്ചത് എന്നുടെ സ്വത്ത്. മൃതനായി കരുതിയ എൻ പ്രിയ മകനെ തിരികെ ലഭിച്ചത് എന്നുടെ സ്വത്ത്. മൃതനായി കരുതിയൊരൻ പ്രിയ മകനെ തിരികെ ലഭിച്ചത് എന്നുടെ സ്വത്ത്. ഈശോ ജയ ജയ ഈശോ ജയ ജയ പാവന സുവിശേഷം. ജയ ജയ ഈശോ ജയ ജയ ഈശോ ജയ ജയ പാവന സുവിശേഷം. ജയ ജയ പാവന സുവിശേഷം. ജയ ജയ പാവന സുവിശേഷം.